അപ്പൊ ഈ പറഞ്ഞ പരിണാമവൃത്തിയെല്ലാം കുറെ പേര് കാണിച്ചിട്ടുണ്ട്. അത് കാണിച്ചും കണ്ടും പറഞ്ഞും പരിശീലിച്ചു വന്ന ഒരു പരിചയം നമ്മളിലുണ്ട്. പക്ഷെ ഇത് യോഗിയാണെങ്കിൽ ഇതല്ല. പക്ഷെ ഈ യോഗിയുടെ തണ്ടത്തരം തന്നെ ഈ പറഞ്ഞ പഠിത്ത തണ്ടക്കാരനില്ല. അവൻ പഠിച്ചു നിൽക്കുകയാണ്. പക്ഷെ ഇതൊന്നും കൊണ്ട് ജീവന്റെ ഗുണത്തെ പകരാൻ കഴിയില്ല. ജീവനിൽ എന്തെല്ലാം ഉണ്ട് എന്നറിയുന്നത് ഈ നക്ഷത്ര ഗുണങ്ങളിൽ വാദിച്ചിരിക്കുന്ന 27 നക്ഷത്രവും 12 രാശി 9 ഗ്രഹവുമായിട്ട് ഭാഗിച്ചിരിക്കുന്ന ഈ പ്രകാശധാരയിൽ അതാണ് താരം. അങ്ങനെയുള്ള പ്രകാശധാര ഏത് തരത്തിലാണ് നമ്മൾ കുടികൊണ്ടിരിക്കുന്നത്? അങ്ങനെ ശിഷ്യനും ഗുരുവുമായിട്ട് പങ്കിട്ടെടുത്ത അനേക ശിഷ്യസമ്പത്തിന്റെ, അനേക ഗുരുസമ്പത്തിന്റെ, ഗുരുലളിത്വത്തിന്റെ മാതൃക പകരുകയാണ് നമ്മുടെ ലക്ഷ്യം. ഈ മാതൃക നമ്മളെ എന്താക്കി മാറ്റുകയാണ്? നമ്മളൊരു ചെറിയ സാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ദേവനും ദേവിയൊക്കെ പിടിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് കുഴച്ചറിയും. അതിനെ വലിയ കാര്യമായിട്ട് പറഞ്ഞ് ക്രിസ്തുവിന്റെ വർഷം എണ്ണി തീർത്താലോ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ യുഗധർമ്മം എണ്ണി തീർത്താലോ, അതല്ല ഇനി വടക്കും തെക്കും പറഞ്ഞ് ദക്ഷിണാമൂർത്തിയും ഉത്തരമൂർത്തിയായിട്ട് വാത് കെട്ടിയാലോ, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. കുറെ നടക്കും, പിന്നെ അവിടെ കിടക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പരിപൂർണമായി നേടാൻ പറ്റിയ ഒരു കാലമാണ് കലി. ഈ കലികാലത്തെയാണ് നമ്മൾ കൊള്ളൂല്ല എന്ന് നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത്. കുറിയന്മാരോ ആരോ ആകട്ടെ നമ്മളാകട്ടെ ധരിച്ചുപോയി. ഇനി അതിനെ ഇല്ലെന്നാക്കാൻ കഴിയില്ല. പക്ഷെ ഇതല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഗുരുലളിത്വം അധികം പേർക്ക് കിട്ടാറില്ല. നമ്മൾ അതിനായിട്ട് തേടി നടക്കാനും കഴിയില്ല. തേടി നടന്നാൽ കിട്ടുന്നതുമല്ല. ജീവന്റെ അവകാശം പോലെ അത് തേടിയെടുക്കാൻ കഴിയും.